ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. നോമ്പ് നമസ്കാരത്തിന് പോവുകയായിരുന്ന കർഷകന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക്. വല്ലങ്ങിപ്പാറ പുത്തൻപീടികയിൽ റസാക്കിനാണ് പരിക്കേറ്റത്. നോമ്പ് നമസ്കാരത്തിന് പോകുകയായിരുന്ന കർഷകന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്ക്. വെല്ലങ്ങിപ്പാറ പുത്തൻപേടികയിൽ വീട്ടിൽ റസാക്കിനാണ് പരിക്കേറ്റത്. പൂവത്താണി പ്ലാവിൻ ചുവട്ടിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് രാത്രി 8:30 കാട്ടുപന്നിയുടെ ആക്രമണം നേരിട്ടത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റ റസാക്കിനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ ഇടത് കൈക്കും ഇടത് കാലിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ ദേഹമാസകലവും പരിക്കേറ്റു. വന്യമൃഗങ്ങളുടെ ശല്യം കൂടിവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ പരിഗണന നൽകുന്നില്ല എന്നും റസാക്കിന് നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിന് ഫോറസ്റ്റ് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC ശിവദാസൻ ആവശ്യപ്പെട്ടു. ഞാൻ 8:30 പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് പന്നി കുറുക ചാടി. അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. എൻ്റെ കയ്യിൽ കാലിൽ എല്ലാം പൊളിച്ചു. പിന്നെ ഒരു 6 മണിയായി കഴിഞ്ഞാൽ പന്നികളുടെ ഭയങ്കര ശല്യമാണ്. പിന്നെ ഞാനൊരു കർഷകനാണ്. ഒരു വാഴ മറ്റുള്ള ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്ഥിതികൾ. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പോത്താണി പോകുന്ന റോഡിൽ പാലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. പന്നി കുറുകെ ചാടി. അങ്ങനെ വണ്ടിയും നാശമായി. എൻ്റെ കയ്യും കാലും എല്ലാം പൊട്ടി. സോളറിൻ്റെ ഇത് എല്ലാം ചതവുണ്ട്. എല്ലാം സംഭവിച്ച് ഓടി വന്നു. എന്നെ വണ്ടി നീപ്പിച്ചു. തന്നെ ഒന്നാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. മൊകരിക്കുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇതെല്ലാം ഇതായത്. ഞാനൊരു കർഷകനാണ്. ഒരു കർഷകനായിട്ടും 1,800 വാട വെച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാം പന്നി നശിപ്പിച്ച് ആകതായിട്ടിരിക്കുകയാണ്. ഒരു തേങ്ങ ഉണ്ടാകാൻ പറ്റില്ല. എല്ലാം മലെണ്ണയായിട്ടും പന്നിയായിട്ടും എല്ലാം നശിപ്പിക്കുകയാണ്. എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകൊണ്ടും നമുക്ക് ജീവിക്കാനുള്ളത്. ഞാനൊരു കർഷകനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. CCV ന്യൂസ് ചേലക്കര.